പള്ളിയിൽ കുഴപ്പം, എല്ലാ സ്ഥലങ്ങളിലും കുഴപ്പം. മുമ്പ് സുന്നികളുടെ പള്ളിയിൽ കയറി കുഴപ്പമുണ്ടാക്കിയവർ ഇപ്പോൾ അവരവരുടെ പള്ളിയിൽ തന്നെ കുഴപ്പമുണ്ടാക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ കാണുമ്പോ ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന്, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ബുദ്ധിയുള്ള ചെറുപ്പക്കാർ ചോർന്നു പോകുമോ എന്നൊരു സംശയം നമ്മുടെ മുജാഹിദ് പ്രവർത്തകന്മാരെ പിടികൂടിയിരിക്കുന്നു. അതിനിപ്പോ എന്താ പരിപാടി എന്ന് വെച്ചാൽ മുക്കിന് പോയിട്ട് ഹാ ഹൂ ഹി ഹൈ ഇത് പറഞ്ഞ് ശ്രദ്ധ മാറ്റാനുള്ള പരിപാടി. അത് പറഞ്ഞിട്ട് ശ്രദ്ധ മാറ്റാനുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് എന്താ അർത്ഥം മനസ്സിലാത്ത? ഹാ ഹൂ ഹി ആണോ? കേട്ടോ, ഹാ ഹൂ ഹി ഹൈ, ഹാ ഹൂ ഹി ഹൈ. അത് ഞങ്ങളെ നേതാക്കന്മാരായ ഔലിയാക്കൾ ചൊല്ലിയ ദിക്റാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരെ മനസ്സ് പൂർണ്ണമായി അള്ളാഹുവിൽ ലയിച്ചവരാണ്. ആ ലയിച്ച മഹാന്മാർ ഇവിടെയുള്ള ദുനിയാവിലുള്ള സൃഷ്ടികളെ ഒന്നും അവർ വില വെക്കുന്നില്ല, അവരതിനെയൊന്നും കാണുന്നില്ല. എന്നാ എന്തുകൊണ്ട്? അതൊന്നും ഇവിടെ നിലനിൽക്കുന്നതല്ല. നിലനിൽക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് നശിച്ചു പോകുന്നതിന് അവർ നിലനിൽപ്പ് കാണുന്നില്ല. അത് ഉള്ളതിൽ തന്നെ പറയാനില്ലെന്നാണ് അവരുടെ വാദം. അവർ പറയും ഇതൊന്നും ഉള്ളതിൽ പറയാനില്ല, യഥാർത്ഥത്തിലുള്ളവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു അല്ലാതെ യഥാർത്ഥത്തിൽ ഉള്ളവരില്ല, മറ്റുള്ളതൊക്കെ അള്ളാഹ് ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നതാണ്. അള്ളാഹുവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഉള്ളവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ട് അവർ വിളിച്ചു യാ ദാഇമു യാ ദാഇമു യാഹൂ യാ ദാഇം. നിലനിൽക്കുന്നവനായ അള്ളാഹുവേ, നിലനിൽക്കുന്നവനായ അള്ളാഹുവേ, യാ ഹൂ ഹൂ എന്ന് പേരുള്ളവനെ. ഖുർആനിൽ അല്ലാഹു തആല അവനെ സംബന്ധിച്ച് ഹൂ എന്നൊരു സ്ഥലത്തല്ല, രണ്ട് സ്ഥലത്തല്ല, ലാ ഇലാഹ ഇല്ലാഹു ഖുർആനിൽ കാണാം. ഇല്ലല്ലാഹു എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലാഹു എന്ന് പറയാതെ ഇല്ലാഹു ഖുർആനിൽ കാണാം. ഖുൽ ഹുവല്ലാഹു അഹദ്, അതേ ഹൂ എന്ന് കാണാം, അള്ളാഹിന്റെ പേരാ. അങ്ങനെ ഹൂ എന്ന അള്ളാഹിന്റെ പേരാണ്. ഇമാം റാസി തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. മൗലൈമാര് കിതാബ് ഓതി പഠിക്കണം, ആലിമീങ്ങൾ എടുത്ത് പഠിക്കണം. അപ്പൊ ഹൂ എന്ന അള്ളാഹിന്റെ പേരാണ്. യാ ദാഇമു, ഓ നിലനിൽക്കുന്നവനായ അള്ളാഹുവേ, യാ ഹൂ ഹൂ എന്ന് പേരുള്ളവനെ. ഓ മര്യാദ അതെല്ലാവർക്കും ഹാ ഹീ ഹൂ ഹൈ. ഹാ ഔലിയാക്കൾ അള്ളാഹിനെ സ്നേഹിച്ചില്ല ദിക്റ. അർത്ഥം അറിഞ്ഞൂടെ? പഠിച്ചോ. ഹാ അറിയണം. ഹാ അല്ലാഹു തംബീഹ് കണ്ടില്ലേ? അൽഫിയം ഓതണോ? ഹാ അറിയണം, ഹാ അറിയണം. ഹൂ അല്ലാഹു ആകുന്നത്. ഹീ പറയണം. ഹീ എന്ന് പറഞ്ഞാൽ പറയണം. പഠിച്ചോ, അറബി പഠിച്ചോ. ഹീ പറയണം. ഹൈ അല്ലാഹു എന്നും ഹയാത്തുള്ളവനാണ്, ഒരിക്കലും മരണം സംഭവിക്കാത്തവനാണ്. ഔലിയാക്കൾ അല്ലാഹുവിനെ സ്നേഹിച്ച് പറഞ്ഞതാ ഹാ ഹൂ ഹീ ഹൈ. ഹാ അറിയണം, ഹൂ അല്ലാഹു തആല, ഹീ പറയണം, ഹൈ അല്ലാഹു തആല എന്നും ഹയാത്തുള്ളവനാണ്. മൗലവി അർത്ഥം വെച്ച് ഹാ അവള്, ഹൂ അവന്, ഹീ ഇവള്, ഹൈ ഹയാത്തുള്ളവളാണ്. അല്ല മൗലവി, നിങ്ങളെ മനസ്സിൽ എപ്പോഴും അവളെ പള്ളിയിൽ കൊണ്ടുവരണോ, അവളെ ഓഫീസിൽ കൊണ്ടുവരണോ, അവളെ സ്റ്റേജിൽ കൊണ്ടുവരണോ, അവളെ റൂമിൽ കൊണ്ടുവരണോ, ഇതാ ചിന്ത. അപ്പൊ ഏത് ഹാക്കും അവള് എന്ന് അർത്ഥം കിട്ടുക. കാരണം മനസ്സിൽ ഇതെന്നല്ല ഉള്ളത്. എന്ത് അവള് 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 ഇവള് 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 ഈ ചിന്തയും വെച്ച് നടന്ന ഔലിയാക്ക ഭാഷ മനസ്സിലാവില്ല. അതുകൊണ്ട് എന്ത് വേണോ, ആ പെണ്ണിന്റെ പ്രേമം ഒഴിവാക്കുക, എന്നിട്ട് അള്ളാനെ പ്രേമിക്കുക. അള്ളാനെ സ്നേഹിച്ചിട്ട് ഹാക്കർത്ഥം പറ. ഹാ അറിയണം, ഓ അല്ലാഹു തആല, ഹീ പറയണം, ഹൈ അല്ലാഹു ഹയാത്തുള്ളവനാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഖുർആനിലുണ്ട് ഒരു ആയത്ത് അർത്ഥം വെച്ചു തരുമോ മൗലവി? അർത്ഥം വെച്ചു തരുമോ? വെറുതെ ജനങ്ങളെ പഴപ്പിച്ച് നടക്കണ്ട. ഹാ അൻതും ഉലാഇ തുഹിബ്ബൂനഹും. ഖുർആനിലുള്ളതാ, ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റൂല. ഞങ്ങളെ റാത്തീവിലല്ല, ഖുർആനിലാ. ഹാ അൻതും ഉലാഇ തുഹിബ്ബൂനഹും. മൗലവി അർത്ഥം വെച്ചാട്ടെ. ഹാ അവള്, അൻതും നിങ്ങൾ, ഉലായി കൂട്ടര്. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ ഹായും അവളല്ലേ, എല്ലാ അന്തും നിങ്ങളല്ലേ, എല്ലാ ഉലായും കൂട്ടരല്ലേ? നേരത്തെ പറ. ഹാ അവള്, അന്തും നിങ്ങൾ, ഉലായി ഈ കൂട്ടര്. ഖുർആനായത് അറിയില്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കണം മൗലവിമാരെ. ഔലിയാക്കളെ ദിക്റിന്റെ അർത്ഥം പറയാൻ നടക്കരുത്. അറിയില്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കുക. ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലാന്ന് പറയാം. അല്ലെങ്കിൽ അറിയുന്നവന്റെ അടുത്ത് ഒന്ന് പഠിക്കുക, അതാ വേണ്ടത് കേട്ടോ. ഖുർആനിലുള്ളത് ബുഖാരി മറിക്ക്, ബുഖാരി മറിച്ചു നോക്ക്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു ലാ ഹാ അല്ലാഹ്, ലാ ഹാ അല്ലാഹ്,
ബുഖാരിയിലില്ലേ? ഇല്ലാന്ന് പറയത്തൊരു മൗലവി സിദ്ദീഖുൽ അക്ബർ അങ്ങനെ പറഞ്ഞിട്ടില്ല.